തലചായ്ക്കാനിടമില്ലാതിരുന്ന സഹപാഠിക്ക് വീടൊരുക്കി വൈക്കം ശ്രീ മഹാദേവ കോളേജ് വിദ്യാർത്ഥികൾ. ശ്രീ മഹാദേവ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ മഹാദേവ കോളേജ് NSS യൂണിറ്റാണ് ഭവന നിർമ്മാണത്തിന്റെ ചുമതല വഹിച്ചത്. ശ്രീ മഹാദേവ കോളേജ്, ITE എന്നിവിടുത്തെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെല്ലാം ഭവന നിർമ്മാണത്തിനായി സഹകരിച്ചു. കയറിക്കിടക്കാൻ സുരക്ഷിതമായ ഭവനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കോളേജിലെ 3ാം വർഷ ഇംഗ്ലീഷ് വിഭാഗത്തിലെ വിദ്യാർത്ഥിനി ആദിത്യയും കുടുംബവും. ചാക്കും സാരിയും ഉപയോഗിച്ച് മറച്ചിരുന്ന കുടിലിൽ നിന്നും അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് സഹപാഠിയെ താമസിപ്പിക്കുവാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് വിദ്യാർത്ഥികൾ. പുതിയ ഭവനത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് ശ്രീ മഹാദേവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും കോളേജ് ഡയറക്ടറുമായ PGM നായർ കാരിക്കോട് ഭവനത്തിന്റെ താക്കോൽ NSS പ്രോഗ്രാം ഓഫീസർ സൗമ്യ H കൈമാറി. ശ്രീ മഹാദേവ കോളേജിന്റെ NSS യൂണിറ്റ് ആ ഒരു വലിയ ദൌത്യം ശ്രീ ബിച്ചു സാറിന്റെ നേതൃത്വത്തിലാണ് അത് ആരംഭിച്ചത്. അത് തീരുന്നവരെ ഇടയ്ക്ക് അദ്ദേഹം സ്ഥാപനം മാറി മറ്റിടത്തേക്ക് പോയെങ്കിലും അത് തീരുന്നതുവരെ അതിനകത്ത് അദ്ദേഹം നന്നായി നിൽക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മളെക്കൊണ്ട് സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചിന്ത നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്തരത്തിലൊരു കാര്യം പ്രായോഗികമായത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ജനമൈത്രി പോലീസ്, മറ്റ് സാമൂഹ്യ രംഗത്തുള്ള പല ആളുകളും, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, അവരുടെ എല്ലാം നല്ല രീതിയിലുള്ള സഹകരണം കൊണ്ടാണ് ഇത് സാധ്യമായത്. അവരെല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. കോളേജ് വൈസ് പ്രിൻസിപ്പൽ PK നിധിയ അധ്യക്ഷത വഹിച്ചു. മാനേജർ B മായ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീലക്ഷ്മി ചന്ദ്രശേഖർ, ബിച്ചു S നായർ, സ്നേഹ S പണിക്കർ, മാനിഷ K ലത്തീഫ്, ഓം ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ആദർശ് M നായർ, ശില്പി അനിൽ, ജനമൈത്രി പോലീസ് ഓഫീസർ സന്തോഷ് കുമാർ, ജ്യോതി PR, അങ്കിത G നായർ, ആദിത്യൻ KR, ആശ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 6 ലക്ഷം രൂപ മുടക്കിയാണ് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.